നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏട്ടാ, ഞാൻ ദിവാകരേട്ടനോട് ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നതും അത് തന്നെ ഏട്ടാ. ആ കാശ് ക്ലിയർ ചെയ്തിട്ട് മതി പുതിയ ഇടപാടെന്ന്. അതേന്ദ്ര, ഞാൻ സത്യമായി സംസാരിച്ചേ ഉള്ളൂ. ചരക്കൊന്നും ഇവിടെ ആദ്യം എനിക്ക് തരാനുള്ള കാശ് വേണോ? നീ എനിക്ക് തരാനുള്ള 1 ലക്ഷം ആദ്യം എന്നിട്ട് മതി നിന്റെ കാശോ. ഏട്ടാ, എന്താ ഈ കാണിക്കുന്നേ? അയാളെ വിട്, ഇതൊന്നും ശരിയല്ല കേട്ടോ. പിന്നെ ഏതാണ് ശരി? ഞാൻ കാശില്ലാതെ കിടന്ന് കഷ്ടപ്പെടുമ്പോ എന്നെ പറ്റിച്ച് നടക്കുന്നവരെ ഞാൻ പിന്നെ കണ്ട മിണ്ടായിരിക്കണോ? എന്റെ കാശ് തന്നെ പോയാ കാശ് തരുന്നു പറഞ്ഞല്ലോ. ഏട്ടാ വിട്, ഏട്ടന് ഗുണ്ടായിസ് ഇവിടെ വെച്ച് വേണ്ട. ഗുണ്ടായിസ് തന്നെയാണോ? നീ എന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ ഇന്ദ്രന് മറ്റൊരു മുഖം ഉണ്ടെന്ന് നിനക്കറിയാലോ. ഹലോ, ഗുണ്ടായസത്തിന് ഞങ്ങളും പുറകിലില്ല. അടിച്ചാ തിരിച്ചടിക്കും, അതിലൊരു സംശയം വേണ്ട. എങ്കിൽ നീ എന്നെ അടിക്കണം. ഇവിടെ അടി നടന്നാലേ അങ്ങോട്ട് പോ. അത് നമ്മുടെ സ്ഥാപനത്തിലെ മാനക്കേട്. ഓഹോ, നമ്മുടെ സ്ഥാപനം ഏതാണ് സ്ഥാപനം? എടാ, ഞാനും കുറെ കാലം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്താ. തൊഴിലാളി എന്നും തൊഴിലാളി തന്നെയാണോ? മുതലാളിക്ക് മതിയാകുമ്പോ അവനെ കറിവേപ്പില പോലെ വലിച്ചെറിയൂടാ. സച്ചി സാർ എനിക്ക് മുതലാളിയല്ല, അദ്ദേഹത്തിന് ഞാൻ തൊഴിലാളിയും അല്ല. പിന്നെ ആരാണ് നിനക്ക് അയാള്? നിന്റെ അമ്മായിപ്പനോ? സച്ചി സാർ അയാളുടെ മകളെ നിനക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എങ്കിലേ അതിലെന്തെങ്കിലും ചതി കാണും. ദേ, എന്നെ തല്ലിയിട്ട് ഞാൻ മിണ്ടാതെ നിന്നതേ എന്റെ കൂടപ്പറപ്പല്ലെന്ന് കരുതിയ. പക്ഷെ സച്ചി സാറിന് കുടുംബത്തിന് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞോ പിന്നെ ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ എന്നെ എന്ത് ചെയ്യൂടാ? നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ തല്ലൂടാ? ഗോകുലിനെ വിളിച്ച് പറയട്ടെ സത്യ, ബാക്കിയാവും നോക്കിക്കോളും. വേണ്ട, ആരെയും വിളിക്കണ്ട, ആരും അറിയണ്ട. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ, അത് ഞാൻ ചെയ്തോളാം. വാ ഇരിക്കേ. ഇന്ദ്രന്റെ ട്രാവൽസിന്ന് രവിയേട്ടൻ പുറത്താവാൻ പ്രധാന കാരണക്കാരി പ്രതിഭയായിരുന്നു. അവളാ രവിയേട്ടനെ കുറിച്ച് വേണ്ടാത്തതൊക്കെ സത്യനോട് പറഞ്ഞു കൊടുത്തത്. എന്ന് വെച്ച് അവളുടെ കല്യാണത്തിന് ഞങ്ങൾ വരാതിരിക്കില്ല കേട്ടോ. സുശീലാന്റെ കൂടി വന്ന് ക്ഷണിച്ചതല്ലേ, ഉറപ്പായിട്ടും ഞങ്ങൾ വരും. സത്യത്തില് എന്റെ മകളൊരു പാവ, ഒന്നും മനസ്സിൽ വെച്ച് ആരോടും പെരുമാറുമില്ല. എല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. അതിന്റെ തിരിച്ചടി എന്റെ മോക്ക് കിട്ടുകയും ചെയ്തു. രവി സാറിനെ അന്ന് അവക്ക് വലിയ പരിചയമില്ലല്ലോ. അതിന്റെ പേരിൽ എന്തെങ്കിലും പിഴവ് പറ്റിയെങ്കിൽ അത് അദ്ദേഹത്തോടൊന്ന് ക്ഷമിക്കാൻ പറയണം. രവിക്കോ ഹർഷയ്ക്കോ അതൊക്കെ ക്ഷമിക്കാൻ പറ്റും സുധ. അതുകൊണ്ടല്ലേ പ്രതിഭയുടെ കല്യാണത്തിന് ഇവരെ ക്ഷണിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഒരു കാലത്ത് ലക്ഷപ്രഭുവായിട്ട് നടന്ന ആളാ ഹർഷ ഈ നിൽക്കുന്നത്. അന്നൊന്നും എന്നെയൊന്നും കണ്ട സുധം കണ്ണു തുറക്കില്ല. അവസാനം എന്റെ മുമ്പിൽ തന്നെ എത്തി. അല്ല, നമുക്ക് പിന്നെ സഹായം ചോദിച്ചു വരുന്നവരെ കൈവിട്ട് കളയുന്ന ശീലമില്ലല്ലോ. ഒരുപാട് പിഴവുകളൊക്കെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട്. നല്ല കാലത്ത് കുറച്ചൊക്കെ അഹങ്കരിച്ചും പോയി. നന്മയുള്ളവരെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അല്ലാത്തവരെ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ അവസാനം ഞാൻ വിശ്വസിച്ചവരൊക്കെ എന്നെ ഒരു ചവിട്ടുകൂടിയായി കണ്ട് അവരങ്ങ് മുകളിലേക്ക് എത്തി. അവരുടെ ചവിട്ടേറ്റ് ഞാൻ ഈ നിലയിലുമായി. അതാണ് സത്യം. ഒന്നുകൂടി ശ്രമിച്ചു നോക്കണമെങ്കിൽ ഒരുപാട് ബിസിനസ് ഒക്കെ നടത്തി നല്ല ശീലം ഉണ്ടാവുമല്ലോ. സമയം നല്ലതാണെങ്കിൽ വീണ്ടും പിടിച്ചു കയറാൻ പറ്റും. ഞാനും ഇത് സുധനോട് പറഞ്ഞു. രവിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെങ്കിൽ സുധനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇവന്റെ ബന്ധങ്ങൾ വെച്ച്
നമുക്ക് പലതും ചെയ്യാൻ പറ്റും ഹർഷേ. രവിയേട്ട സ്വന്തമായി എന്തെങ്കിലും സംരംഭം ആരംഭിക്കണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാ. ഇന്ദ്രനോട് പലപ്പോഴും സംസാരിക്കുകയും ചെയ്തു. എന്തോ അവന് താല്പര്യമില്ല. രവിയേട്ട വന്നെന്ന് തോന്നുന്നു. ഇപ്പൊ വരാം. ആ ആന്റി ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല ഇതാരാ? എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ ഒരു ബന്ധുവാ സുധൻ. ആഹാ, മകളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ. ആണോ? നമ്മുടെ പ്രതിഭയുടെ അച്ഛനാ രവിയേട്ട. ആ, ഏത് പ്രതിഭയുടെ? ഇന്ദ്രന്റെ ട്രാവൽസിലുണ്ടായിരുന്ന? ആ അതെ, പ്രതിഭയുടെ കല്യാണോ? ഓ ആഹാ, നല്ല കാര്യം. വരൂ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ആ ആദ്യം കല്യാണം ക്ഷണിക്കാം. അടുത്ത 27-നാ മോളുടെ കല്യാണം. നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും വരണം. ഉറപ്പായിട്ടും വരാം. ഹർഷേ, അതൊന്ന് ഓർത്തേക്കണേ. ആ ഇനിയേ അവര് സംസാരിക്കട്ടെ ഹർഷേ. നീ വാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ സംസാരിക്കേ. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ആ അല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ആന്റി എന്താ എന്നോട് ഇത്ര നാളും പറയാതിരുന്നത്? ആ ഇത് പറയാൻ കൂടി വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ആ സുധന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കണ്ടെന്ന് കരുതിയാ. അപ്പൊ സച്ചിയുടെ വീട്ടിൽ നിന്ന് സത്യനെ ഇറക്കി വിടാൻ ഒരു കാരണമായി. ഉം. ആ, അല്ല, ചെറുക്കന്റെ വീട്ടുകാർ ഇത് സീരിയസ് ആയി എടുത്തിട്ടുണ്ടാവുമല്ലേ? ആ, പിന്നെടുക്കാതെ. ഞാൻ ഒന്നുകൂടി കളത്തിലിറങ്ങി കളിച്ചാ സച്ചി സാറിന്റെ മകളുടെ കല്യാണം വരെ മുടക്കാൻ എനിക്ക് പറ്റും. അങ്ങനെയൊരു ശബ്ദം ഞാൻ എടുത്തിട്ടുണ്ട്. ആ, അത്രയ്ക്കൊക്കെ വേണോ ആന്റി? അത് ആന്റിയുടെ മകനെ കൂടി ബാധിക്കില്ലേ, സത്യനെ? അവനെ എന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേറെ വഴിയില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ഇതാവുമ്പോ ഒരു വെടിക്ക് 2 പക്ഷി എന്ന നേട്ടം കൂടിയുണ്ട്. സച്ചിയുടെ കുടുംബം കാരണം എനിക്കുണ്ടായ അപമാനം ചില്ലറയൊന്നുമല്ല ഹർഷേ. അവസാനം അമ്പലത്തിൽ വെച്ച് ആ ദയ എന്നെ അപമാനിക്കുമ്പോഴും സച്ചിയും ഭാര്യയും സാക്ഷികളാ. എല്ലാത്തിനും പകരം വീട്ടാൻ ദൈവം എനിക്ക് തന്ന ഒരു അവസരമായിട്ട് ഹർഷേ ഞാനിത് കാണുന്നത്. അതൊക്കെ ശരി ആന്റി. പക്ഷേ ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയ അതിനു പിന്നിൽ സുശീലാന്റിയാണെന്ന് എല്ലാരും അറിയില്ലേ? ആന്റിക്കുണ്ടായ അപമാനത്തിന്